ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കേരള PSCയുടെ റിപ്പോർട്ടഡ് വേക്കൻസി എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ്. അതിനായി ആദ്യം ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്രോം വഴിയാണ്. ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് സൈറ്റാണ് മെയിനായിട്ട് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കേരള PSCയുടെ ഹോം എന്ന് വെച്ചാൽ മെയിൻ വെബ്സൈറ്റ്. രണ്ടാമത് വന്നേക്കുന്നതാണ് കേരള PSCയുടെ തുളസി. നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് കേരള PSCയുടെ മെയിൻ വെബ്സൈറ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇച്ചിരി നെറ്റ് സ്ലോ ഉണ്ട്. അതിനുശേഷം ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം ലോഗിൻ, എക്സാമിനേഷൻസ് ഓർ ഇൻ്റർവ്യൂ, നോട്ടിഫിക്കേഷൻസ്, ഹൗ ടു അപ്ലൈ, സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് എന്നിങ്ങനെ കുറേ മെനു ഉണ്ട്. നമുക്കിതിനകത്ത് ആവശ്യം സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ്. അതിനുശേഷം സൈഡിലായിട്ട് ടോപ്പിൽ സെർച്ച് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏത് പോസ്റ്റാണോ വേണ്ടത് ആ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ അറിയാമെങ്കിൽ അതാണ് ഏറ്റവും പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ കഴിഞ്ഞ് നടന്ന CPO പോലീസ് കോൺസ്റ്റബിളിൻ്റെ നമുക്ക് എത്രത്തോളം വേക്കൻസി റിപ്പോർട്ടഡ് ആയെന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പോലീസ് കോൺസ്റ്റബിൾ എന്ന് സെർച്ച് ചെയ്യുക. കാറ്റഗറി നമ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ പോലീസ് കോൺസ്റ്റബിൾ സെർച്ച് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഓഫ് പോസ്റ്റ് വരും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കതിൽ വേണ്ടത് കഴിഞ്ഞ വർഷത്തെയാണ്. കഴിഞ്ഞ വർഷത്തെ 530/2019 ആയിരുന്നു നേരത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ച പോലീസിൻ്റെ കാറ്റഗറി നമ്പർ. അപ്പോൾ അതിനുവേണ്ടി 530/2019 എന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നിട്ട് ഗോ കൊടുക്കുക. ഗോ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് കാറ്റഗറി കോഡുണ്ട്, നെയിം ഓഫ് പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ. അപ്പോൾ നമുക്ക് എൻ്റെ സ്കെയിൽ ഓഫ് പേയും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഡിസ്ട്രിക്റ്റാണ് പറയുന്നത്. ഇപ്പം ഏത് ജില്ലയുടെ ആണോ വേണ്ട ആ ജില്ല സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ പത്തനംതിട്ടയുടെ നോക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി പത്തനംതിട്ട സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പത്തനംതിട്ടയുടെ ഡീറ്റെയിൽസ് വരും. ഇവിടെ ഏറ്റവും ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ് 11/9/2023 206 വേക്കൻസി. അതിന് തൊട്ട് മുമ്പ് 9/8/2023 വേക്കൻസി. അങ്ങനെ പോയി ഇത്രയും വേക്കൻസിയാണ് ഇതുവരെ കഴിഞ്ഞ PSCയുടെ പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ പ്രകാരം റിപ്പോർട്ട് ചെയ്ത വേക്കൻസി. ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ റിപ്പോർട്ടഡ് വേക്കൻസി അറിയാൻ പറ്റുക എന്ന് മനസ്സിലാകുന്നത്.